അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 8ാം ക്ലാസ്സിലെ ഗ്രാമർ ചർച്ച, അത് 3ാമത്തെ പാഠത്തിലെ അൽ മുലാഹളാത്തുൻ നഹ്വിയ ഗ്രാമർ ചർച്ചകൾ. അൽ മുദക്കറു വൽ മുഅന്നസു, മുദക്കറും മുഅന്നസുമാണ്. അപ്പോൾ തന്നെ അത് തന്നെ അൽ മുഫ്രദു വൽ മുസന്ന വൽ ജംഉ. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, വൽ മുഅന്നസു എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. അപ്പോൾ പുല്ലിംഗവും സ്ത്രീലിംഗവും അത് തന്നെ മൂന്നായിട്ട് വേർതിരിയും. അൽ മുഫ്രദായിട്ട് വേർതിരിയും, മുസന്നയായിട്ട് തിരിയും, ജംആയിട്ട് തിരിയും. അതായത് മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം, ജംഅ എന്ന് പറഞ്ഞാൽ ബഹുവചനം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അൽ ഇസ്മു, അൽ ഇസ്മു എന്ന് പറയാം. അൽ ഇസ്മിലേക്ക് അല്ല് കിടക്കുമ്പോൾ ആ ഇസ്മിലെ അലിഫ്ലാം വാസുലിൻ്റെ ഹംസ എന്ന് പറഞ്ഞു, അപ്പോൾ അത് നഷ്ടപ്പെടും. അപ്പോൾ അലിസ്മു എന്ന് വായിക്കുക, അൽ ഇസ്മു എന്നല്ലേ, അലിസ്മു. അപ്പോൾ അലിസ്മു ഇമ്മാ മുദക്കർ, ഇസ്മു ഒന്നുകിൽ മുദക്കറാണ്, ഔ മുഅന്നസുൻ അല്ലെങ്കിൽ മുഅന്നസാണ്. നമ്മൾ നാമം എടുക്കുമ്പോൾ ഒന്നുകിൽ അത് പുല്ലിംഗമായിരിക്കും, അല്ലെങ്കിൽ ഔ മുഅന്നസുൻ അല്ലെങ്കിൽ സ്ത്രീലിംഗമായിരിക്കും. അപ്പോൾ കുല്ല മിൻഹുമാ, ഇവകളിൽ ഓരോന്നും സലാസത്തു അഖ്സാമിൻ, 3 വിധമുണ്ട്. ഇവകൾ ഓരോന്നും എത്ര വിധമുണ്ട്? 3 വിധം. അതൊക്കെ മുഫ്രദ് ഉണ്ട്, അതായത് ഏകവചനം, മുസന്ന ദ്വിവചനം, ജംഉൻ ബഹുവചനം. അപ്പോൾ മുദക്കർ അതായത് പുല്ലിംഗം തന്നെ ഒന്നുകിൽ ഏകവചനം അല്ലെങ്കിൽ ദ്വിവചനം അല്ലെങ്കിൽ ബഹുവചനം. സ്ത്രീലിംഗ പദം തന്നെ ഒന്നുകിൽ അത് ഏകവചനം അല്ലെങ്കിൽ ദ്വിവചനം അല്ലെങ്കിൽ ബഹുവചനമായിരിക്കും. ആ ഉദാഹരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. അൽ മുദക്കറു, മുദക്കറിന് ഉദാഹരണം അത് തന്നെ മുഫ്രദ് മുസന്ന ജംആയിട്ട് വേർതിരിക്കും. അപ്പോൾ റജുലൻ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ എന്നാണ്, റജുലാനി 2 പുരുഷന്മാർ, റിജാലൻ പല പുരുഷന്മാർ. അപ്പോൾ അത് മുദക്കറാണ്, പുല്ലിംഗമാണ്. പുല്ലിംഗം തന്നെ റജുല് ഏകവചനമാണ്, റജുലാനി ദ്വിവചനമാണ്, ജംആണ്, റിജാൽ എന്നത് ബഹുവചനമാണ്. ഇനി സ്ത്രീലിംഗം നോക്കാം. അൽ മുഅന്നസു, ഇമ്രാത്തുൻ ഒരു സ്ത്രീ, ഇമ്രാത്താണ് 2 സ്ത്രീ, നിസാഉൻ സ്ത്രീകൾ. കണ്ടോ? അപ്പോൾ മുസന്ന നമ്മുടെ മുഅന്നസ് എന്ന ആ പദം, ഇമ്രാത്ത് എന്ന പദം നമ്മൾ 3ആക്കി മാറ്റി. ഒന്ന് മുഫ്രദ് ഉണ്ട്, അത് മുസന്നയുണ്ട്, ജംഉണ്ട്. ഇനി വലതെന്ന് വെച്ചാൽ ആൺകുട്ടി, ഒരാൺകുട്ടി, വലതാണ് 2 ആൺകുട്ടികൾ. ഔലാദൻ എന്താണ്? ആൺകുട്ടികൾ, അതായത് 2ലധികം ആൺകുട്ടികൾക്ക് പറയാം ഔലാദൻ. ഇനി ബിൻതൻ പെൺകുട്ടി, ഒരു പെൺകുട്ടി, ബിൻതാനി 2 പെൺകുട്ടി, ബനാത്തൻ പെൺകുട്ടികൾ. സിദ്ദീഖൻ സത്യം പറയുന്നവൻ, സിദ്ദീഖാനി സത്യം പറയുന്ന 2 ആൾ, സിദ്ദീഖൂന സത്യം പറയുന്നവർ, സിദ്ദീഖത്തുൻ സത്യം പറയുന്നവൾ, സിദ്ദീഖത്താൻ സത്യം പറയുന്ന 2 സ്ത്രീകൾ, സിദ്ദീഖാത്തുൻ സത്യം പറയുന്ന സ്ത്രീകൾ. ഷഹീദൻ രക്തസാക്ഷി, ഷഹീദാനി 2 രക്തസാക്ഷി, ശുഹദാ രക്തസാക്ഷികൾ. ഷഹീദത്തുൻ രക്തസാക്ഷിനി, ഒരു രക്തസാക്ഷിനിയായ പെണ്ണിനെ പറയാം. ഷഹീദത്താൻ 2 രക്തസാക്ഷികളായ സ്ത്രീകൾ, ഷഹീദാത്തുൻ രക്തസാക്ഷിനികൾ, അത് ജമ്മായിട്ട്. ഇനി സ്വാലിഹൻ നല്ലത് ചെയ്യുന്ന ആൾ, സ്വാലിഹാനി 2 സ്വാലിഹീങ്ങൾ, സ്വാലിഹൂന സ്വാലിഹീങ്ങളായ ആളുകൾ അല്ലേ. അപ്പോൾ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യുന്ന ആണിനെ പറ്റി പറയാം, ഒരാണിനെ പറ്റി. സ്വാലിഹത്തൻ നല്ല സ്ത്രീ, ഒരു സ്ത്രീയല്ലേ. ഇനി സ്വാലിഹത്താൻ 2 സ്ത്രീകൾ, സ്വാലിഹത്തായ 2 സ്ത്രീകൾ, സ്വാലിഹാത്തൻ സ്വാലിഹായ സ്ത്രീകൾ. അപ്പോൾ അതും മനസ്സിലായി. അപ്പോൾ എന്താ പറഞ്ഞത് നമുക്ക് മനസ്സിലായല്ലോ. മുദക്കറും മുഅന്നസും തന്നെ മുഫ്രദും മുസന്ന ജമ്മായിട്ട് വേർതിരിയുമെന്ന്. ഇനി 4ാമത്തെ പാഠം ഏതാ? അൽ ജുംലത്തുൽ ഇസ്മിയ, ജുംലത്തുൽ ഇസ്മിയെ പറ്റിയ. ഇസ്മിയായ ജുംല അല്ലേ, ഇസ്മിയായ അതായത് നാമവാക്യം അല്ലേ. അൽ കലാമു, കലാം എന്നാൽ എന്താണ്? ജുംലത്തുൻ മുഫീദ, ആശയപൂർണമായ വാക്യത്തിനാണ് കലാമെന്ന് പറയുക അല്ലേ. കലാമെന്ന് പറയുന്നത് അറബിയിൽ കലാമെന്ന് പറഞ്ഞാൽ ജുംലത്തുൻ മുഫീദയാണ്, ആശയപൂർണമായൊരു വാക്യത്തിനെ പറ്റിയാണ് കലാമെന്ന് പറയുക. വൽ ജുംലത്തു, ജുംല ഫേലിയത്തൻ, ഒന്നുകിൽ അത് ക്രിയാവാക്യം ഉണ്ടാകും, അതുപോലെ തന്നെ ഇസ്മിയത്തൻ അല്ലെങ്കിൽ എന്താണ് നാമവാക്യം ഉണ്ടാകും. ഇസ്മിയ ജുംലയും ഫീലിയ ജുംലയും അങ്ങനെ 2ആയിട്ട് വേർതിരിയും. ഇത് തന്നെ ജുംല തന്നെ. വൽ ജുംലത്തുൽ ഇസ്മിയ, അപ്പോൾ ഇസ്മിയ ജുംല എന്ന് വെച്ചാൽ എന്താ? തതറക്കബു, അത് ഉണ്ടായിത്തീരുന്നത് മിൻ മുബത്തദഇൻ വ ഖബറിൻ, മുബത്തദയും ഖബറും കൂടിയിട്ടാണ് ഉണ്ടാകുക ഇസ്മിയ ജുംല ഉണ്ടാകുന്നത്. കമാന ജുംലത്തുൽ ഫീലിയത, ഫീലിയ ജുംല തതറക്കബു മിൻ ഫീലിൻ വ ഫായിലിൻ, ഫീലും ഫായിലിനാലാണ് ഒരുമിച്ച് കൂടിയിട്ടാണ് ഫീലിയ ജുംല ഉണ്ടാകുന്നത്. അപ്പോൾ ഇസ്മിയ ജുംല ഉണ്ടാകുന്നത്
എന്താണ് മുബത്തദയും ഖബറും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഉദാഹരണം നോക്കും മനസ്സിലാവും. അൽ ജുംലത്തുൽ ഫീലിയ അംസില ഉദാഹരണങ്ങൾ. ജുംലത്തുൽ ഫീലിയ നോക്കിക്കേ. ഒന്ന് ജാ റജുലൻ, ഒരു മനുഷ്യൻ വന്നു. അപ്പോൾ അത് ഫീലിയ ജുംലയാണ്, അതായത് ഫീലും വന്നു ഫായിലും വന്നു. ജാ ഫീലാണ്, റജുലൻ ഫായിലാണല്ലോ. ഇനി അടുത്ത കളത്തിൽ നോക്കാം. അൽ ജുംലത്തുൽ ഇസ്മിയ നോക്കിക്കേ. അൽ ലൈഫു ജായുൻ. അൽ ലൈഫു ജായുൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം അല്ലേ? ലൈഫ് അതിഥി, ജായുൻ വിശന്നവനാണ്. അവിടെ എന്താണ് ലൈഫ് എന്നുള്ള മുബത്തദയാണ്, ആ ജായുൻ എന്നത് ഖബറുമാണ്. അപ്പോൾ മുബത്തദയും ഖബറും കൂടിയിട്ട് ഉണ്ടായിത്തീരുന്നതാണ് ഇസ്മിയ ജുംല. 2 യഅ്കുലുൽ ലൈഫ. യഅ്കുലുൽ ലൈഫ എന്ന് പറയുമ്പോൾ അതിഥി ഭക്ഷിക്കുന്നു. അപ്പോൾ അതിഥി ഭക്ഷിക്കുന്നു എന്നുള്ളത് എന്താണ് യഅ്കുലു എന്നുള്ളത് മുളാരിയ ഫീലും ലൈഫ് എന്നുള്ളത് ഫായിലുമാണ്. അപ്പോൾ ഫീലും ഫായിലും കൂടി ഫീലിയ ജുംല. ഇനി അശംസു ത്വാലിയത്തുൻ, സൂര്യൻ ഉദിച്ചതാണ്. അപ്പോൾ അശംസു ത്വാലിയത്ത് എന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിച്ചതാണെന്ന് പറയുമ്പോൾ അശംസു മുബത്തദയാണ്, ത്വാലിയത്തുൻ ഖബറുമാണ്. അപ്പോൾ മുബത്തദയും ഖബറും കൂടി ഉണ്ടായി തീർന്നു. ഇനി 3 ലായുഫ്ലിഹുൽ കസ്ലാൻ, മടിയൻ വിജയിക്കുകയില്ല. ലായുഫ്ലിഹുൽ കസ്ലാൻ എന്ന് പറയുമ്പോൾ മടിയൻ വിജയിക്കുകയില്ല. അപ്പോൾ ലായുഫ്ലിഹ് എന്നുള്ളത് മുളാരിയ ഫീലാണ്, അൽ കസ്ലാൻ മടിയൻ എന്നുള്ളത് എന്താണ് അത് ഫായിലുമാണ്. അപ്പോൾ ഫീലും ഫായിലും കൂടി ഫീലിയ ജുംല ഉണ്ടായി. അൽ ഹറു ഷദീദൻ, ചൂട് കഠിനമാണ്. അൽ ഹറു എന്നുള്ളത് മുബത്തദ, ഷദീദൻ എന്നുള്ളത് ഖബർ. അപ്പോൾ മുബത്തദ ഖബറും കൂടി ജുംലിയ ഇസ്മിയ ജുംല ഉണ്ടായി. അപ്പോൾ ഓരോന്നും ഇവിടെ താഴെ പറഞ്ഞു. അൽ ലൈഫ് മുബത്തദ മർഫുവാണ്, ജായുൻ ഖബർ മർഫുവാണ്. അശംസു എന്നുള്ളത് അശംസു ത്വാലിയത്തൻ മുബത്തദ മർഫുവാണ്, ത്വാലിയത്തൻ ഖബറാണ്, മർഫുവായ ഖബറാണ്. അൽ ഹറു എന്നുള്ളത് മുബത്തദയാണ് അല്ലേ, ചൂടാകുന്നത്, അത് മർഫുവാണല്ലോ. ഷദീദൻ എന്നുള്ളത് ഖബറും മർഫുവായ ഖബറാണ്. ചൂടാകുന്നത് ശക്തിയായതാകുന്നു. അപ്പോൾ ആക്കിയാദം എന്നൊക്കെ നമ്മൾ പറയും. ആക്കിയാദം എന്നാണ് നമ്മൾ മലയാളത്തിൽ അത് പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ 2, 3, 4 പാടായില്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. 5, 6 അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.